പൈലറ്റ് തൻ്റെ വിമാനത്തെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹം ആ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദത്തിന് പിന്നാലെ വിമാനം നല്ല രീതിയിൽ തന്നെ വിറയ്ക്കാൻ തുടങ്ങി. 191 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ തന്നെ കൊണ്ട് ഫ്ലൈറ്റിനെ ഉയർത്താൻ സാധിക്കുന്നില്ല. കൂടെയുണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസർ എയർ കമാൻഡിലെ മെയ്ഡേ കോൾ ചെയ്തു. എയർ ട്രാഫിക് കൺട്രോൾ, വിമാനത്തിന് എന്തോ തകരാർ സംഭവിച്ചിരിക്കുന്നു. വിമാനം മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്തെങ്കിലും പിന്നെ ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചില്ല. ഫ്ലൈറ്റ് റഡാർ 24ന്റെ സിഗ്നലിൽ നിന്നും എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പൈലറ്റ് വിമാനത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അതിനുള്ള സമയമോ ഉയരമോ ആ സമയം വിമാനത്തിനുണ്ടായിരുന്നില്ല. ബൈറാഞ്ചി ജി ബോയി മെഡിക്കൽ കോളേജ് ആൻഡ് സിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും വിദ്യാർത്ഥികളുടെയും താമസ സ്ഥലമായ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചിറങ്ങി. ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ തൽക്ഷണം മരണപ്പെടുന്നു. എന്നാൽ അവരിൽ ഒരാൾ മാത്രം ചെറിയ പരിക്കോടുകൂടി രക്ഷപ്പെടുന്നു. വിശ്വാസ് കുമാർ രമേശ്.